ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. +2 ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ചാനലിൽ വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല. ക്ലാസ് റൂമിൽ കുട്ടികളോട് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അത് പൊതുവായി എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പങ്കുവെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ +2 പരീക്ഷയ്ക്ക് +1 പരീക്ഷയ്ക്ക് എന്നതുപോലെ തന്നെ ഏറെക്കുറെ ഡിസ്കോഴ്സസൊക്കെ സെയിമാണ്. ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. പാഠങ്ങളിൽ കണ്ടൻറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. ഏതാണ്ട് 20-22 ഡിസ്കോഴ്സസാണ് പബ്ലിക് പരീക്ഷയ്ക്കും മറ്റ് പരീക്ഷകൾക്കും +1 +2 ക്ലാസ്സുകളിൽ ചോദിക്കുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ചിലത് ഒരു പ്രാവശ്യം കൂടെ പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം. ആദ്യമായിട്ട് ബ്ലേബ് റൈറ്റിംഗ്. ചില വിദ്യാർത്ഥികൾക്കെങ്കിലും സംശയമുള്ള, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് എന്നറിയാത്ത ഒരു ഡിസ്കോഴ്സാണ് ബ്ലേബ് റൈറ്റിംഗ്. ബ്ലേബ് എന്നാൽ ഒരു പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ കണ്ടൻറ്റ് വായനക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ പുസ്തകം വിൽപ്പന നടത്തുമ്പോൾ അത് വാങ്ങി വായിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ആ പുസ്തകത്തെക്കുറിച്ച് ചെറിയ ഒരു സംക്ഷിപ്ത വിവരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ആധികാരിക വിവരണമാണ് ബ്ലേബ്. ഈ ബ്ലേബ് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചോദ്യം +2 പരീക്ഷയ്ക്കും ചിലപ്പോൾ +1 പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ആവശ്യപ്പെടാറുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് കുറച്ച് വിവരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന് അത് ബ്ലേബ് രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ ബ്ലേബ് എഴുതുമ്പോൾ കുട്ടികൾ അതിനൊരു ഹെഡിങ്, ഒരു ടൈറ്റിൽ കൊടുക്കണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാച്ചി ബിഗിനിങ് കൊടുക്കണം. ഒരു ബിഗിനിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ പുസ്തകം വായിക്കാൻ ഈ റീഡേഴ്സിന് താല്പര്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില വിവരണങ്ങളൊക്കെ വളരെ ബ്രീഫായിട്ട് അതിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബ്ലേബ് എന്താണെന്നുള്ളത് നിങ്ങളെ കയ്യിലുള്ള കണ്ടൻറ്റ് ഉപയോഗിച്ച്, എന്താണ് നോട്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ രണ്ടാമത് പാനൽ ഡിസ്കഷനാണ്. പാനൽ ഡിസ്കഷൻ എന്നാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പാനൽ ഡിസ്കഷൻ. TV-യിലൊക്കെ സാധാരണ കാണാറുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ ഈ പാനൽ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഒരു പാനൽ ഡിസ്കഷനിൽ ഒരു പാനലിസ്റ്റാണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച്, ഉദാഹരണത്തിന് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ക്രൈം, ഇതിനെക്കുറിച്ചാണ് പാനൽ ഡിസ്കഷൻ എങ്കിൽ അതിൽ നിങ്ങൾ ഒരു പാനലിസ്റ്റ് എന്ന നിലക്ക് നിങ്ങൾ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ അഭിപ്രായ പ്രകടനം അവിടെ നടത്തുക. ഒരു ഇൻഫോർമൽ സ്പീച്ച് എന്നുള്ള രൂപത്തിലാണ് ആ പാനൽ ഡിസ്കഷനിൽ അത് അവതരിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ പാനൽ ഡിസ്കഷനിൽ ഇൻട്രഡക്ടറി സ്പീച്ചായിട്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പ്രസക്ത വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പീച്ച്, അത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പിന്നെ മറ്റൊന്ന് ന്യൂസ് റിപ്പോർട്ടാണ്. ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കറണ്ട് ഇഷ്യൂ, അതിനെക്കുറിച്ച് ന്യൂസ് തയ്യാറാക്കലാണ്. ന്യൂസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്യാച്ച് ടൈറ്റിൽ വേണം. ന്യൂസിൻ്റെ ടൈറ്റിൽ തയ്യാറാക്കുന്നതിന് ചില പ്രത്യേക ടെൻസ് ഫോംസൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അതിനുശേഷം വാട്ട്, വെൻ, വൈ, വെയർ, ഹൗ തുടങ്ങിയ കാര്യങ്ങൾ ആ ന്യൂസ് റൈറ്റിങ്ങിൽ വിശദീകരിക്കണം. എന്താണ് സംഭവിച്ചത്, എവിടെ വെച്ചാണ് സംഭവിച്ചത്, ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ ക്രമത്തിൽ ആ ന്യൂസിൽ അത് എഴുതി തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമെയാണ്. ഇത് 8 മാർക്കിനാണ് പലപ്പോഴും ചോദിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളിലൊന്നാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമെയും. ജോബ് അപ്ലിക്കേഷൻ തയ്യാറാക്കുന്നത് ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു.
ആ ഇമാജിനറി ആയിട്ട് നിങ്ങൾ സാങ്കല്പികമായിട്ട് ആ ജോലി, അതിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുന്ന ലെറ്ററാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. അതിൻ്റെ കൂടെ നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനെയാണ് റെസ്യൂമേ എന്നോ CV എന്നോ ബയോഡാറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ലെറ്റർ തയ്യാറാക്കുന്നതിനും മറ്റൊരു 4 മാർക്ക് റെസ്യൂമേ തയ്യാറാക്കുന്നതിനാണ് ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്ലാൻഡ് ആയിട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിച്ച് പോകാൻ കഴിയും. റെസ്യൂമേ എഴുതുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതൊരു ടീച്ചിങ് ജോബാണെങ്കിൽ ടീച്ചിങ് ജോബിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എഴുതുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ അക്കൗണ്ടിങ് പോസ്റ്റിന് എന്ത് യോഗ്യതയാണ് വേണ്ടത്, ആ യോഗ്യത, അതിൻ്റെ എക്സ്പീരിയൻസ് അത്തരത്തിൽ ഉൾപ്പെടുത്തുന്നത് ലെറ്ററിന് കുറച്ചുകൂടെ ഒരു ആധികാരികത, കുറച്ച് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ അത് സഹായിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു ഡിസ്കോഴ്സാണ് ലെറ്റർ ടു ദ എഡിറ്റർ. ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് നിങ്ങൾ എഴുതുന്ന എഴുത്താണ്. 2 തരത്തിലാണ് ഈ എഴുത്ത് എഴുതാറുള്ളത്. ഒന്ന്, നിങ്ങൾ പത്രത്തിൽ വായിച്ച ഏതെങ്കിലും ന്യൂസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് എഡിറ്റർക്ക് എഴുതുന്ന എഴുത്താണ് ലെറ്റർ ടു ദ എഡിറ്ററിൽ ഒന്ന്. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ബേണിംഗ് സോഷ്യൽ ഇഷ്യൂ പത്രത്തിൽ എഴുതി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യകതയെ എഡിറ്ററിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുന്ന എഴുത്താണ്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലും ലെറ്റർ ടു ദ എഡിറ്റർ എഴുതാം. ഇതൊരു ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രം എന്നെഴുതി ഫ്രം അഡ്രസ്സ് എഴുതണം. അതിൻ്റെ താഴെ ഡേറ്റ് എഴുതണം. അതിന് ചുവടെ ടു എന്നെഴുതിയിട്ട് ദ എഡിറ്റർ, മാതൃഭൂമി, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ പേര് എഴുതണം. കോഴിക്കോട്, കൊച്ചിൻ, എവിടെയാണെന്ന് വെച്ചാൽ സ്ഥലം എഴുതണം. അതിനുശേഷം സർ എന്നെഴുതണം, സബ്ജക്റ്റ് എഴുതണം. അതിനുശേഷം എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒരു ഇനീഷ്യൽ സെൻറ്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. സർ, ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് സെൻറ്റൻസ് തുടങ്ങിയിട്ട് ആ ഇഷ്യൂ എഡിറ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ലെറ്ററാണ് തയ്യാറാക്കേണ്ടത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനും ആൻസറും. അത് മിക്ക സമയങ്ങളിലും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനും ആൻസറും ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഏതാനും ചില ക്വസ്റ്റ്യൻസ് എല്ലാ ആളുകളോടും ചോദിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാക്കി പോകാവുന്നതാണ്. വുഡ് യു മൈൻഡ് സ്പെൻഡിങ് സം ടൈം വിത്ത് മീ എന്നുള്ള ഒരു തുടക്കമാകാം. അതേപോലെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ ന്യൂ ജനറേഷൻ എന്നോ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ യങ്സ്റ്റേഴ്സ് എന്നോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്നതായിട്ട് ഉണ്ടാവും. ഹു ഈസ് യുവർ റോൾ മോഡൽ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകാവുന്നതാണ്. അത് എത്ര ഡയലോഗാണ് ഉണ്ടാകുക, എത്ര ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മിക്ക സമയങ്ങളിലും ചോദ്യത്തിൻ്റെ കൂടെ തന്നെ എത്ര എക്സ്ചേഞ്ചസ് നിങ്ങൾ എഴുതേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്ക് നോക്കി എഴുതുക. മാർക്കും ഇനി എക്സ്ചേഞ്ചസ് എത്ര എന്ന് സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ചസ് അതിന് തുല്യമായിട്ട് എഴുതാവുന്നതാണ്. 8 മാർക്കുണ്ടെങ്കിൽ മിക്കപ്പോഴും 4 ക്വസ്റ്റ്യൻസും 4 ആൻസേഴ്സുമാണ് പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ചിലപ്പോഴെങ്കിലും അതിൽ ഒരു എക്സ്ചേഞ്ചിന് 1 മാർക്ക് മാത്രം കിട്ടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരു എക്സ്ചേഞ്ചിന് 2 മാർക്കാണ് മിക്ക സമയങ്ങളിലും അനുവദിക്കപ്പെടാറുള്ളത്. പിന്നെ സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട്, പലപ്പോഴും ചോദിക്കുന്നത് സെമിനാർ റിപ്പോർട്ടാണ്. എന്താണ് സെമിനാർ റിപ്പോർട്ട്? ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയെക്കുറിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ അത് എങ്ങനെയൊക്കെയാണ് നടന്നത്, ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്ത്, എന്തൊക്കെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് വിശദീകരിക്കുന്നതിനാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെമിനാർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു. അത് എങ്ങനെയാണ് തുടങ്ങിയത്, എപ്പോഴാണ് തുടങ്ങിയത്, ടൈം, മറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് എന്തായിരുന്നു നടന്നത്, വെൽക്കം സ്പീച്ച് ആണെങ്കിൽ വെൽക്കം സ്പീച്ച് ആയിരിക്കുമല്ലോ,
വെൽക്കം സ്പീച്ച്, പിന്നെ എന്താണ് മോഡറേറ്റർ, പിന്നെ സെമിനാർ ഇനോഗ്രേഷൻ ഉണ്ടെങ്കിൽ അത്, പിന്നെ പേപ്പർ പ്രസൻറ്റേഷൻ, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് എഴുതുക എന്നതാണ് റിപ്പോർട്ട് എന്നോട് ഉദ്ദേശിക്കുന്നത്. 4-5 മാർക്കിനാണ് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചോദിക്കുന്നത്. നോട്ടീസ് തയ്യാറാക്കുന്നതിനുള്ള ചോദ്യങ്ങളും സെമിനാറിൻ്റെ നോട്ടീസ് തയ്യാറാക്കുന്നതിനുള്ള ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അടുത്തതായിട്ട് നറേഷനാണ്. അത് ആദ്യ ഭാഗത്താണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗത്താണ് നറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 4 മാർക്കിനാണ് നറേഷൻ ചോദിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് ഇമാജിൻ ചെയ്തിട്ട് അവരുടെ ഏതെങ്കിലും ഒരു അനുഭവം വിവരിക്കുന്ന തരത്തിലുള്ള നറേറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ നറേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. നറേഷൻ ഒരു ഇൻഫോർമൽ സെൻറ്റൻസസ് ആയിട്ട് സ്മോൾ സെൻറ്റൻസസ് നിങ്ങൾക്ക് എഴുതാം. ഫുൾ ഫ്ലെഡ്ജഡ് വലിയ സെൻറ്റൻസസ് എഴുതണമെന്നില്ല. ഇൻവെർട്ടഡ് കോമയിൽ അവരുടെ അഭിപ്രായങ്ങളും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഈ നറേഷനോടൊപ്പം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുന്നതാണ്. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് 3-4 മാർക്കിന് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുന്നതാണ്. കോംപിയറിംഗ് എന്നും ഈ അനൗൺസ്മെൻറ്റിന് സമാനമായിട്ട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നതാണ് കോംപിയറിംഗ്. COMPERING കോംപിയറിംഗ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് എന്ത് പരിപാടിയാണ് നടക്കാൻ പോകുന്നത്, അതിൽ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്, എന്താണ് ആ പരിപാടിയോട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിഗിനിങ് ചെയ്യുന്നതിന് മുമ്പ് അനൗൺസർ അവതരിപ്പിക്കുന്ന അതിൻ്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ കോംപിയറിംഗ് എന്നോ അനൗൺസ്മെൻറ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ ഇമാജിൻ ദാറ്റ് യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് എ സ്പോർട്സ് ഡേ ആൻഡ് യു ആർ വൺ ഓഫ് ദ അനൗൺസേഴ്സ്. ഇമാജിൻ യു ആർ ഗിവിങ് ആൻ അനൗൺസ്മെൻറ്റ് ജസ്റ്റ് ബിഫോർ വൺ ഓഫ് ദ സ്പോർട്സ് ഇവൻറ്റ് എന്നോ മറ്റോ. അല്ലെങ്കിൽ ഇമാജിൻ ദാറ്റ് യു ആർ ദ അനൗൺസർ ഇൻ യുവർ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നടത്താൻ പോകുന്ന സാധ്യതയുള്ള അനൗൺസ്മെൻറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു ലേഖനം. അതിന് പിന്നെ 8 മാർക്കിനാണ് പലപ്പോഴും ചോദിക്കുന്നത്. ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ, നിങ്ങൾ പാഠവുമായിട്ട് ബന്ധപ്പെട്ട തയ്യാറായിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ റൈറ്റപ്പായിട്ട് എഴുതേണ്ടത്. അതിൻ്റെ ഹെഡിങ് വേണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ പലപ്പോഴും ചോദിക്കുന്നതാണ് റൈറ്റപ്പ്. പിന്നെ ബ്ലോഗിന് പ്രത്യേക ഫോർമാറ്റ് ഇല്ല. അതിനൊരു ഹെഡിങ് വേണം, അതേപോലെ ഡേറ്റും ബ്ലോഗ് എഴുതുന്ന ആളുടെ പേരും വേണം. അത്രയേ ഉള്ളൂ. ഒരു ഹെഡിങ്, ബ്ലോഗ് എഴുതുന്ന ആളുടെ പേര്, ഡേറ്റ്, ദിവസം. അപ്പോൾ മൺഡേ ആണെങ്കിൽ മൺഡേ എന്നുകൂടെ, അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണെങ്കിൽ ട്യൂസ്ഡേ. നിങ്ങൾ എപ്പോഴാണോ ബ്ലോഗ് എഴുതുന്നത് ആ ദിവസത്തിൻ്റെ പേര് കൂടെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ സ്പീച്ചിന് ഒരു ബിഗിനിങ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, സ്പീച്ച് ആരാണ് സദസ്സിലുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ബിലവഡ് ഫ്രണ്ട്സ് തുടങ്ങിയ ഏതെങ്കിലും ബ്രീഫ് ഇൻട്രഡക്ഷൻ തുടങ്ങി കണ്ടന്റിലേക്ക് കടന്ന് പിന്നെ ഐ എം വെരി ഹാപ്പി ടു സ്റ്റാൻഡ് ബിഫോർ യു ഓൺ ദിസ് ഒക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് വിഷയത്തെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം, ഇപ്പോൾ ഗാന്ധി ജയന്തി ഡേയിലോ മറ്റോ ആണെങ്കിൽ ഗാന്ധിയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും. അവസാനം താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഫോർമാറ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർമാറ്റിന് മാർക്കുണ്ട്. പിന്നെയുള്ളത് ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിലൊക്കെ ചോദിച്ചുകൊണ്ട് പലപ്പോഴും ഈ പാഠങ്ങളിലുള്ള കൊടുത്തിരിക്കുന്ന ആ ഹെഡിങ്ങിൻ്റെ ആപ്റ്റ്നെസ് ചോദിച്ചുകൊണ്ട് എഴുതാറുണ്ട്. അപ്പോൾ ഹെഡിങ് വളരെ ആപ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഹെഡിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. പിന്നെ മറ്റൊന്ന് പല കുട്ടികൾക്കും മനസ്സിലാകാത്തതായിട്ടുള്ളത് പ്രസി റൈറ്റിംഗ് ആണ്. അപൂർവമായിട്ട് ചോദിക്കാറുണ്ട്. PRECIS, പ്രസി എന്നാണ് വായിക്കുക. പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3-1 സംഗ്രഹിച്ച് എഴുതുകയാണ്, ബ്രീഫാക്കി എഴുതുകയാണ് വേണ്ടത്. അത് 3-1 എന്ന് 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത് എന്ന് അതിൽ ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിലും നിങ്ങൾ 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത് ആയിട്ടാണ് അത് ചുരുക്കി എഴുതേണ്ടത്. പ്രത്യേകിച്ച് അത് ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എല്ലാ വിദ്യാർത്ഥികൾക്കും അത് ഒരുവിധമൊക്കെ
ചെറുതാക്കി ബ്രീഫാക്കി എഴുതി കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് കിട്ടുന്ന, അതായത് 3 മാർക്കാണ് ഉണ്ടാകുക അല്ലെ 4 മാർക്കാണ് ഉണ്ടാകുക, അത് പൂർണ്ണമായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ പ്രൊഫൈലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും പല കുട്ടികൾക്കും പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടുന്നതിൽ നിന്ന് അത് കിട്ടാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു മാർക്ക് ഈ പ്രൊഫൈലിൻ്റെ ഹെഡിങ് എഴുതുന്നതിനായിരിക്കും. പ്രൊഫൈലിൻ്റെ ഹെഡിങ് എന്താണെന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാം. ആരുടെ പ്രൊഫൈലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, അയാളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ വലുതായിട്ട് മുകളിൽ എഴുതുന്നതിനാണ് അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അതിന് താഴെ ഉണ്ടാവുക ബർത്തിനെ കുറിച്ച്, അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് എല്ലാ പ്രൊഫൈലിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഹി വാസ് ബോൺ, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം വാസ് ബോൺ, അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ എന്ന് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അവസാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും സൂചിപ്പിക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഹി ഡൈഡ് അല്ലെങ്കിൽ ഹി പാസ്ഡ് എവേ, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കവും ഒടുക്കവും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എഡ്യൂക്കേഷനെക്കുറിച്ചും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പിന്നെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെ സെൻറ്റൻസ് ആക്കിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് എത്ര പേജ് എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ A+ കിട്ടുന്ന പല വിദ്യാർത്ഥികൾക്കും A+ നഷ്ടമാകുന്നത് സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. essay അവർ നറേഷൻ 4 മാർക്കിൻ്റെ നറേഷൻ 1.5 പേജൊക്കെ എഴുതി. അപ്പോൾ 8 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ 1/2 പേജ് 3/4 പേജൊക്കെ എഴുതാൻ അവർക്ക് സമയം കിട്ടുന്നുള്ളൂ. അങ്ങനെ മാർക്ക് നഷ്ടപ്പെടുന്ന ധാരാളം വിദ്യാർത്ഥികൾ എൻ്റെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഈ A+നെ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണിത്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ സമയം നഷ്ടപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം essay അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. 8 മാർക്കിൻ്റെത് ആദ്യം എഴുതുക, അതിനുശേഷം 6 മാർക്കിൻ്റെ എഴുതുക, അതിനുശേഷം മാത്രം നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കുറഞ്ഞ സമയം മതിയാവും. പക്ഷേ അതിൽ കൂടുതൽ സമയം ചിലവഴിച്ച് മറ്റതിന് സമയം കിട്ടാത്ത അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പറയാം എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഏകദേശ ധാരണ നമുക്ക് പറയാൻ പറ്റും. 8 മാർക്കിൻ്റെ ഒരു essay ക്വസ്റ്റ്യന് ഒരു 1.5 പേജ് മുതൽ 2 പേജ് വരെ, അതിൽ കൂടുതൽ ഒരു കാരണവശാലും എഴുതരുത്. മാക്സിമം പോയാൽ 2 പേജ് മാത്രം, 1.5 പേജിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. 6 മാർക്കിൻ്റെതിന് നിങ്ങൾക്ക് 1 പേജ് മുതൽ 1.5 പേജ് വരെ എഴുതാം. 1 പേജിൽ 1.25 പേജിലൊക്കെ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ചില വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം എഴുതാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ടൈം അവൈലബിലിറ്റി കൃത്യമായിട്ട് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിടേണ്ടി വന്നാൽ A+ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 6 മാർക്കിൻ്റെ പറഞ്ഞു. ഇനി 5 മാർക്കിന് പലപ്പോഴും പ്രൊഫൈല് സ്പീച്ചൊക്കെയാണ് ചോദിക്കുന്നത്. സ്പീച്ചും പ്രൊഫൈലൊക്കെ ആണെങ്കിൽ തന്നെ അത് ഒരു 1/2 പേജ് 3/4 പേജ് മാത്രമേ എഴുതേണ്ടതുള്ളൂ. ഇനി essay ആണ് 5 മാർക്കിന് ചോദിക്കുന്നതെങ്കിൽ 5 മാർക്കിന് പലപ്പോഴും essay ചോദിക്കാറില്ല. ചോദിക്കുകയാണെങ്കിൽ ഒരു 1 പേജ് 1.25 പേജ് ഇതിലൊക്കെ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. പിന്നെ 4 മാർക്കിൻ്റെ ഈ നറേഷൻ ഒരു 3/4 പേജ്, 1/2 പേജ് മുതൽ 3/4 പേജ് മാത്രമേ വേണ്ടൂ. 5-6 സെൻറ്റൻസ് മതിയാവും ആ നറേഷൻ. എഴുതുന്ന സെൻറ്റൻസ് വളരെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നീറ്റ്നെസ്സിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇടുക, സ്പേസ് ഇടുക, വളരെ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്പറൊന്നും തെറ്റിപ്പോകരുത്. അതേപോലെ തന്നെ മാർജിനിൻ്റെ ഉള്ളിൽ വേണം നമ്പർ ഇടാൻ. നമ്പറും നിങ്ങൾ എഴുതുന്ന ആൻസറുമായിട്ട് അടുത്തടുത്താകുമ്പോൾ കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. മാർജിനിൻ്റെ ഉള്ളിൽ മാത്രം നിങ്ങൾ നമ്പർ ഇട്ടിട്ട് വേണം എഴുതാൻ. പരീക്ഷയെക്കുറിച്ച് അധികം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം കിട്ടുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാനുള്ള ആ ടൈം പൂർണ്ണമായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാൻ വേണ്ടി ആൻസർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കേണ്ടതുണ്ട്. ആ കൂൾ ഓഫ് ടൈം എന്നുള്ളത് ശരിക്കും കൂൾ ഓഫ് തന്നെയാണ്. നിങ്ങൾക്ക് കൂളാകാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. ആ സമയം നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നോക്കി സമയം കളയരുത്. കൃത്യസമയത്തിന് അല്പം മുമ്പായിട്ട് തന്നെ നിങ്ങൾ പരീക്ഷ ഹാളിലെത്തുക. എന്നിട്ട് ആ കൂൾ ഓഫ് ടൈമിൽ പൂർണ്ണമായിട്ടും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികൾക്കും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാത്തത് കൊണ്ട് തീമാറ്റിക് എറർ എന്ന് വെച്ചാൽ ഒരു കാര്യം ചോദിച്ചിട്ട് മറ്റൊരു കാര്യം എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അതായത് ലെറ്ററാണ് ചോദിച്ചതെങ്കിൽ സ്പീച്ച് എഴുതിയാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല, മാർക്ക് 0 ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പം ഉണ്ടാവും, 4-5 വരി ഉണ്ടാവും. അതിൽ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റ ലൈനേ ഉണ്ടാവും, ഏതാണ്ട് അവസാന ഭാഗത്തേ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ മനസ്സിലായതിനു ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്ത് തുടങ്ങേണ്ടതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പിണയാൻ സാധ്യതയുണ്ട്. പരീക്ഷ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൽ 1 മാർക്ക് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് വളരെ അധികം നന്നായിട്ട് ബോധവാന്മാരായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷ ഉണ്ടാകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.